മാപ്പ് തരും. വന്നെല്ലാം വന്നു. കുഞ്ഞമ്മ വിഷമിക്കണ്ട. ജോർജ് കുട്ടി 100 രൂപയും ഏതാണ്ട് ഒരു തുണ്ട് കടലാസും കൂടെ കൂട്ടിക്കിട്ട് കൊടുത്തയച്ചു. ദാരിദ്ര്യം കൊണ്ട് ഞാനതങ്ങ് വാങ്ങിച്ചു പോയി. ബാക്കി രൂപയും ആ എഴുത്തു കൊടുത്തു. കുഞ്ഞമ്മയിലുകൊണ്ട് സൂക്ഷിച്ചു വെക്കും. മോള് കുറ്റക്കാരിയെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം. എന്നെ കൊല്ലുന്നെങ്കിലും കൊന്നോട്ടെ. അച്ഛനോട് ഇപ്പോഴൊന്നും പറയണ്ട. ചായത്തിലെ തറയിൽ തന്നെ തകർന്നു കിടക്കുകയാണ്. കുഞ്ഞമ്മ പോയി കിടന്നുറങ്ങും. നേരം വിളിക്കട്ടെ. ഞാനാണ് സുന്ദരി, ജോർജ് കുട്ടി. ഞാൻ കൊടുത്തയച്ചത് കിട്ടിയോ? എന്നാൽ കഥ തുറന്ന് പുറത്തു. എനിക്കിന്ന് നല്ല സുഖമില്ല. നാളെ വരൂ. നാളെ എപ്പോ? പാതിരാത്രി കഴിഞ്ഞ്. ഞാൻ ഒന്ന് തൊട്ടോട്ടെ? വേണ്ട, നാളെ. ഞാൻ ആശിച്ചു വന്നതാണ്. നാളെ വന്നാൽ മതി. എന്നാ ഞാൻ പോട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്, ഞാൻ ഇനി ഈ നാട്ടിൽ താമസിച്ച അച്ഛന് ചീത്തപ്പേരായിരിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നു. എന്നെ ആരും തിരക്കരുത്. തിരക്കുന്നു എന്നറിഞ്ഞാൽ ഞാൻ മരിച്ചു കളയും. ഞാൻ ഒരിക്കലും ചീത്തയാവുകയില്ലെന്ന് എന്റെ അച്ഛനെയും മരിച്ചുപോയ എന്റെ അമ്മയെയും സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് ഇവിടെ നിൽക്കുന്നത്? വെറുതെ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? തിരുവനന്തപുരത്തേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാനും തിരുവനന്തപുരത്തേക്കാ പോകുന്നത്. പേട്ടയിലോ തമ്പാനൂരോ? തമ്പാനൂര്. ഞങ്ങൾ പേട്ടയിൽ ഇറങ്ങും. കൂടെ ആരുമില്ലേ? ഇല്ല.
എന്നാൽ നമുക്ക് ഒരുമിച്ച് വരും. ഒറ്റയ്ക്ക് ഉള്ളോടി തന്നെ ആളുകൾ പോയി തീരട്ടെ, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ കാറിൽ കൊണ്ടുവിടാം, എന്നെ കൊണ്ടുവരാൻ കാറ് വരും. പേടിക്കാണ്ടടി തന്നെ. കാറ് വന്നിട്ടുണ്ട്, പോകാം. അറയ്ക്കേണ്ട, വല്ലവരും കണ്ടാ സംശയിക്കും. എന്റെ കൂടെ ഇങ്ങ് പോരെ. എന്താ ഇവിടെ ബഹളം? ആരാ പോയത്? ടെമ്പിളിനെ വഴിപോകാൻ സമ്മതിക്കില്ല. ഇവിടെ തല്ല് മേടിക്കരുത് കേട്ടോ. എവിടെ പോകാനാ? ഞാൻ വേണേ കാറെ കൊണ്ടങ്ങോട്ട് ഇവിടെ കാശൊന്നും തരണ്ട. ഞാൻ പോയിക്കോളാം. എവിടെ നിന്ന് ആയിക്കോട്ടെടാ, ഓർഡർ നോക്കടാ. അയ്യോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്നെ വിടും, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് വീട്ടിൽ ഒരു പെണ്ണിനെ വേണമായിരുന്നു. നീ എന്റെ കൂടെ വരുന്നോ? എനിക്കതൊന്നും അറിയണം. അയ്യോ ഇല്ല. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു. പോലീസുകാർ കൊണ്ടുവന്നതിന് മുമ്പ് നീ എന്റെ കൂടെ ഞാൻ വരുന്നില്ല. അയ്യോ മാറും. അയ്യോ, എന്നാ പിന്നെ നമുക്കിതിനെ നഷ്ടപ്പെട്ടു തന്നെ ആശാനെ.